മാസത്തേക്ക് മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം കൃഷി കാണില്ല. അപ്പം മണ്ണിനെ ഉഴുത് മറിച്ച് ഉണങ്ങാൻ വിടും. ആ മണ്ണിനെ നല്ലോട്ട് ഉണക്കിയിട്ട് നല്ലോട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു 3 മാസം ടൈം ഉണ്ട്. പതുക്കെ പതുക്കെ ക്ലീൻ ആക്കിയിട്ടാണ്. പിന്നെ ആണെങ്കിൽ മാർച്ച് അവസാനമാകുമ്പം മെയ് അവസാനമാകുമ്പം എല്ലാവരും കൃഷി ഇറക്കും. അപ്പം ജൂൺ ജൂലൈ ആകുമ്പോൾ നല്ല മഴയുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി അവർ കൃഷി എല്ലാവരും ഇറക്കിയിട്ട് പിന്നെ മഴയെ ആശ്രയിച്ച് ചെയ്യുന്ന കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ കാന്തല്ലൂര് ആ ഭാഗത്തൊക്കെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടല്ലേ മഴ വീണ്? കാന്തല്ലൂർ ഈ മലയുടെ അതപ്പുറയാണ് കാന്തല്ലൂര്. എനിക്കറിയാം. ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് തമിഴ്നാട്ടിലെ മഴയാണ്. കേരള മഴയല്ല. കേരള മഴയായിട്ട് കിട്ടും, പക്ഷെ കൂടുതലായിട്ടും കിട്ടുന്നത് തമിഴ്നാട് മഴ. അത് റിസോർട്ടാണല്ലേ? പാർട്ടിയുടെ ഒരു വണ്ടി ഉണ്ടല്ലോ. ഡീൻ കുര്യാക്കോസ്. ഓ, പുള്ളിയാണല്ലോ ഇവിടുത്തെ MP. ട്രൈബൽ കോളനിയിലെ കോൺഗ്രസ് പരിപാടിക്ക് വേണ്ടി. പക്ഷെ നാട്ടുകാർക്കും ഗുണമുള്ള ആരാണോ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. നല്ല റോഡ്, വെള്ളം. ഓ, അമ്മ റിസോർട്ടാണുള്ളത്. ഈ നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ട് കൊടൈക്കനാലിലേക്ക് കൊണ്ടൊരു വഴിയില്ലേ? ആ റിസോർട്ടിന്റെ മുകളില് 2 വഴികളുണ്ട്. ഒന്ന് എസ്കേപ്പ് റോഡ് ആദ്യം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചോടുന്ന വഴി. നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം. നമുക്ക് അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരത്തേക്ക് ഫോറസ്റ്റിന്റെ ട്രക്കിംഗ് ഉണ്ട്. ഒരു വണ്ടിയിലായിട്ട് കൊണ്ടുപോകുന്നത്, ചെറിയൊരു വണ്ടിയിലായിട്ട്. അത് ആ റൂട്ടിലെ കൂടെ പോകുന്നത്. എസ്കേപ്പ് റൂട്ട് ആദ്യം ഇവിടുത്തെ കട്ടവടക്കാരൻ ഉപയോഗിച്ചോണ്ടുന്ന വഴി തന്നെയാണ്. അത് 1990 തന്നെ അടച്ചു. അപ്പൊ ഈ പുതിയ മൂന്നാർ ടു വട്ടവട റോഡ് വന്നപ്പം എല്ലാവരും ആ റോഡിനെ ആശ്രയിക്കുന്നത് മറന്നു. അത് ആശ്രയിച്ചോണ്ട് ഇവിടുന്ന് കൊടൈക്കനാലിലെ ആ വഴി പോവാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട് എത്തും? അവിടെ ഒരു മാക്സിമം ഒരു 12-15 കിലോമീറ്റർ ഉണ്ടാവും. അത്രേ ഉള്ളൂ അല്ലേ? ഈ എസ്കേപ്പ് റൂട്ട് പോകണമെങ്കിൽ അത്രേ ഉള്ളൂ. തമിഴ്നാട് ചെല്ലുവാണെങ്കിൽ ഒരു 15-12 കിലോമീറ്റർ. കൊടൈക്കനാലിൽ പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു 20. എസ്കേപ്പ് റൂട്ടാണെങ്കിൽ ഒരു 20-25 കിലോമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് ഈ വഴിയാണ് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ കയറ്റി വിടുവോ വഴി? ഞങ്ങൾ പോകും, ഈ വഴി പോകും. ആ ഫോറസ്റ്റ് വഴി പോകാൻ പറ്റില്ല. ഈ ഇപ്പുറത്തെ ഇതിന് അപ്പുറം ഒരു ചെറിയൊരു ഗ്രാമമുണ്ട് കേരളത്തിൽ നിന്ന്, കടകരി എന്ന് പറഞ്ഞത്. അവരാണ് ശരിക്കും വഴി ഉണ്ടാക്കിയത്. അപ്പോഴേക്ക് ഫോറസ്റ്റിന്റെ ഭയങ്കര ശല്യമായിരുന്നു. അപ്പൊ ആദ്യം അവിടെ ഉള്ള ഒരാളായിരുന്നു ഇവിടുത്തെ ഇതായിട്ടുള്ളത്, പഞ്ചായത്ത് മെമ്പറായിട്ട്, പ്രസിഡന്റായിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരെ നല്ലോട്ട് അപ്പം തന്നെ ഇറ്റാഴ്ചയൊക്കെ വിളിച്ചോണ്ട് പോയി അവിടെ റോഡ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ തമിഴ്നാട്ടിലൂടെ ടച്ച് ചെയ്തു. അപ്പൊ വന്നാൽ ഫോറസ്റ്റായിട്ട് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ആദ്യം പേപ്പറിനൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പ്ലൈവുഡിന് പെരുമ്പാവൂർ പ്ലൈവുഡ് ഒരുപാട് മില്ലുണ്ട് ഇവിടെ. അറിയാം. പിന്നെ ഇവിടെ ഇതിന് ഭയങ്കര എല്ലാവരും വച്ചുപിടിപ്പിക്കുന്ന വെച്ചാൽ ഇവിടെ ഭയങ്കര ലാഭമായിരുന്നു. വെച്ചാൽ ഒരു 5 വർഷമൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തന്നെ വെള്ളം കുടിച്ചവർക്ക് തന്നെ വളർന്നു. അവിടെ നിന്ന് ലോഡായിട്ട് വന്നാണല്ലേ പച്ചക്കറി. ഇത് ഇവിടെ ട്രൈബൽ കോളനി ചേർക്കണം. എല്ലാ സാധനം ഇവിടെ കൊല്ലൂര് എന്നാ പോകുന്നത്. വേറെ മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ലല്ലോ ഇവിടെ? മൃഗങ്ങളുടെ ശല്യമൊക്കെ ഈ കൃഷി സ്ഥലങ്ങളൊക്കെ ആന വരില്ല. ഇവിടെ മെയിനായിട്ട് ഇവിടെ മാന്, കാട്ടുപന്നി, വെള്ളംപന്നി, പിന്നെ കാട്ടുപോത്ത്. ചില സ്ഥലങ്ങളിൽ മാത്രം കാട്ടുപോത്തിന് ശല്യം ഉണ്ടാവും. മെയിനായിട്ട് ഇവിടെ എല്ലാവരും കൃഷികൾ കാവലിനായിട്ട് പോകുന്നത് മാനിനും കാട്ടുപന്നിക്കും മുള്ളംപന്നിക്കൊക്കെ. അങ്ങനെ ഏത് സാധനം ഇവിടെ കൃഷി ചെയ്താലും രാത്രി വരും. എല്ലാ കൃഷി സ്ഥലത്തും
ചെറിയൊരു കുടിലുകൾ കാണാം അവർ. രാത്രി കുടിലുകളാണ്. அதில் ஒரு எஸ்ஐ வர மாலை போட்டிருக்காரு. சுற்றி சுற்றி காலை வந்து பொம்பளை மனைவி குளிச்சுக்கிட்டு கீழே போய் நானும் அப்புறம் முடியான்ட்டேன். இவனை என்ன பண்ண அப்படின்னு. அதுக்கு பிறகு அவன் தான் சிஏ சொன்னாரு என்ன முடிச்சாங்க பண்ணலான்னு. சார் ஒருத்தர் வந்து காலை பிடிக்கல நம்ம இடத்த சார் சொன்னேன். பாம்பளை மணிக்கு வீராப்பா பண்றாங்க. நம்ம பேசுறது ரிப்போர்ட் கவரும் முடிச்சு தந்துருங்க. சரிப்பா. ஆம்பளைங்கிறத காட்ட மாட்டேங்க. பொம்பளை கூட இந்த காலத்துல நேருக்கு நெஞ்ச பிடிச்சி கீழ்த்தரமா எல்லாரையும் காலையும் பிடிக்கிறானே சார், என்ன சார் பண்ண அப்படின்னு. അതൊന്നായിരുന്നോ? എല്ലാം அப்படிலாம் குறைக்க மாட்டேன். അത് നോക്കി ആത്തച്ചക്ക് அவரும் மாலை போட்டிருக்காரு, நானும் மாலை போட்டிருக்கேன். மூணாறு போயிட்டானுங்க. எக்ஸ்ட்ரா தான் இருக்கும். இருந்து பேசிக்கிட்டு இருந்தேன். அதுக்கு பிறகுதான் சரி 1200 இதோட ஃபுல்லா முடிக்காம சிம்பிளா முடிச்சுட்டு நம்ம வேற யாருக்கும் எந்த பிரச்சனை பண்ணாலும் இதே கேஸை வச்சு ரீகேஸ் எடுத்துடலாம் அப்படி பிளான் பண்ணி விட்டுட்டு போவோம் சார். 100 ரூபாய் கிலோ 100. വലിയൊരു പഴുത്ത് നോക്കി കിട്ടോ. ആ ഉടച്ച് മേടിച്ച് പിള്ളേർ பச்சையும் நல்ல மதுரை இருக்கு, புளியெல்லாம் இல்லை. ആയി. ജീപ്പുണ്ട് പച്ച നമ്മുടെ റിസോർട്ട്. അങ്ങനെ അത്യാവശ്യം ലോഡ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടി നിറയെ. ആ അത് പാഷൻ ഫ്രൂട്ട് നമുക്ക് എല്ലാവരും കൊടുക്കാമല്ലോ. കയറിക്കോ. ഏതാ വീട്? ഏതാ? ഇവിടെയാണോ അവൻ? അവിടെയാണല്ലേ. നമ്മളിങ്ങനെ കറങ്ങി അങ്ങനെയാണോ അവൻ? അതോ മോളിൽ കൂടെ വന്നു. ആയാട്ട് സിനിമ പിടിച്ചു അല്ലേ? ഇവിടുന്നേ കാണാൻ പറ്റുള്ളൂ, നേരം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ ഏത് വാട്ടർഫാൾസാ കാണുന്നത്? കൊട്ടാമ്പൂർ വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇപ്പൊ അവിടെ പോകുന്ന ഒരു ഫാമിൽ കൂടെ കയറിയാ പോകണ്ട. ഓ അവരുടെ പെർമിഷനാണ്. ആ കാണല്ല. എത്ര ഉള്ളൂ ഇതില്ലേ? അവിടെ മഞ്ഞ് കൂടി കിടക്കുക. ആ ഭാഗത്താണ് ആ നായാട്ട് സിനിമ നമ്മൾ കണ്ടില്ലേ? അവസാനം ഇവൻ ജോർജ് മരിക്കുന്നത് നായാട്ട് ഒരു പെണ്ണ് സിഗരറ്റ് കളിക്കുന്നുണ്ടല്ലേ പോലീസുകാരി. ആ സിനിമയുടെ ക്ലൈമാക്സ് അവർ വന്ന് താമസിക്കുന്ന ഷൂട്ട് ചെയ്ത സ്ഥലം മൊത്തം ഇവിടെയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഡീസൽ അടിക്കാൻ എവിടെ പോകും? മൂന്നാറോ? ഡീസൽ ഇവിടെ ബ്ലാക്ക് മൂന്നാറ് പോയില്ല. ബ്ലാക്ക് ഇവിടെ അല്ലേ? ബ്ലാക്കിന് 15 രൂപ ലിറ്ററിന്. അവിടെ പോയി അടിച്ചിട്ട് മഞ്ഞ നഷ്ടമാണ്. സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ
എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോ അടിക്കാന്ന് മാത്രം. ആവശ്യത്തിന് പോകുമ്പോൾ 45 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും ഒരു പമ്പ് ഇവിടെ വേണം. പമ്പ് വേണം, ബീവറേജ് ഇല്ല, ബീവറേജ് വേണം. ഇവിടെയൊക്കെ ഭയങ്കര ബ്ലാക്കിലാണ്. എല്ലാം ബ്ലാക്കാണ്. ഡബിളായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ഇറങ്ങി നടക്കട്ടെ എന്നാ. പാണ്ഡേ നായ മതി വിടാം. ഇന്നുണ്ടേ മഞ്ഞായിരിക്കുന്നുണ്ട്. ഉണ്ടോ അല്ലേ? നോക്കി വേട്ടോ. ക്ലൈമറ്റ് അടിപൊളി. പക്ഷേ തെന്നലാണ് പ്രശ്നക്കാരൻ. തെന്നുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏലം പറിക്കരുത്. അപ്പോൾ ആരൊക്കെയോ ഇവിടെ വന്ന് ഏലം പറിച്ചിട്ടുണ്ട്. അതാണുള്ള ബോർഡ് വെച്ചാണ്. ഐസബലിക്കാടായി. அவனும் செட்டியார் தான், ஆனா அவன் பேச மாட்டான். വെള്ളച്ചാട്ടം ചെയ്യാവും. ഇതിൽ മാത്രം ഇത് കൊട്ടോ. ഗെയ്സ്, അങ്ങനെ ചിലന്തിയാർ വാട്ടർഫാൾസിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫാമിലി ആയിട്ട് വന്നേക്കാണ്. ചിലന്തിയാർ വാട്ടർഫാൾസ് നമ്മുടെ വീഡിയോ യൂട്യൂബ് പണ്ടത്തെ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് നമ്മൾ വീണ്ടും ചിലന്തിയാറിലേക്ക് വന്നേക്കാണ് ഗെയ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ക്ലൈമറ്റ് അടിപൊളിയാണ്, പക്ഷെ തെന്നൂട്ടാ മേത്തൊക്കെ ചെളിയാവാൻ സാധ്യതയുണ്ട്. അതാണ് പ്രശ്നം. ഇതിങ്ങനെ തട്ടുള്ളടത്തെ ലോക്കിട്ട് കയറിപ്പോകും. അല്ലാണ്ട് വേറെ വഴിയില്ല. അതിങ്ങനെ ഇങ്ങനെ ക്ലൈമറ്റ് അടിപൊളിയാ. ഇവിടെ ഇങ്ങോട്ട് കിടന്നു. ഇസുവിനെ എങ്ങനെ ഇറക്കുന്നു ഓർത്തിരിക്കാറുണ്ട് കേട്ടോ. അതെല്ലാം മലയാളത്തിൽ പറഞ്ഞ ചെളിയാണ്, ഗ്രിപ്പാണെന്ന്. ഗ്രിപ്പ് കിട്ടൂല. ഇത് മഴയല്ലേ പെയ്യണ, മഴയല്ല, മഞ്ഞ് ഇതായിട്ട് വീഴുന്ന, വെള്ളമായിട്ട് വീഴുന്ന അടിപൊളി വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇറങ്ങി ചെല്ലാനുള്ള കഷ്ടപ്പാടും കയറാനുള്ള കഷ്ടപ്പാടും മാത്രം നോക്കി. അതൊന്നും എനിക്കറിയില്ല.
പക്ഷെ ആ പുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ലായിരുന്നു. ഞാൻ അത് എൻ്റെ ടെൻഷൻ ചെയ്താൽ പുള്ളേനായിട്ട് ഇറങ്ങണ്ടേ. ഇതേ ഞാൻ അന്നിങ്ങനെ ഡ്രോൺ ഇങ്ങനെ ഓടിച്ചേർന്ന് ഇങ്ങനെ ആ ഡ്രോൺ ഇങ്ങനെ അങ്ങനെ ഞാൻ പറത്തി അറ്റത്തേക്ക് വിട്ടാ ഉറവേണ്. ആ വന്നതൊക്കെ ഉറവാണല്ലേ. വെള്ളത്തിന്റെ കളർ കൊണ്ടാൽ മനസ്സിലാവും. നല്ല ആ പാറയുടെ അടിയിൽ നിന്ന് വരുന്നുണ്ട്. ട്രൈബിൾക്കോളിന്റെ പുതിയ ഓപ്പോസിറ്റ് ട്രൈബിൾക്കോൾ മൊത്തം ലിസ്റ്റ് മൂടി കിടക്കും. വെള്ളം കുടിക്കാൻ പോവാ അവിടെ വരെ പോയിട്ടാ. ഇങ്ങേ വെള്ളം കുടിക്കാൻ പോയത് എപ്പോൾ വരും കേട്ടോ. ആശാൻ ആരുടെ അടുത്ത് പോകൂലാത്തയാ. എന്തോ ഭാഗ്യം. നോക്കി ഇറങ്ങിട്ടാ. ഇക്ക സെന്ററിൽ വന്നിട്ട് അവനെ കൊച്ചിനെ അങ്ങോട്ട് പാസ് ചെയ്താൽ മതി. ഇനി ഷൂ നനയും എന്തായാലും. ഇറങ്ങിക്ക് കുഴപ്പമില്ല. എടുക്കണം കാലം ഞാൻ ഇറങ്ങാം. എടുത്തരോ? ആ എന്നാ കോരി എടുത്തോ. കോരി എടുക്കുന്ന പോലെ എടുത്തോ. ഇവിടെ നോക്കിയോ. ഓക്കെ, താങ്ക് യു. പക്ഷെ ഇറങ്ങാൻ പാടാണ്. അതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെരിച്ച് കാല് വെച്ച് ഇറങ്ങിപ്പോവാം.
മായനദിയിലേ അവനെ കൊല്ലല്ലേ ലാസ്റ്റ് വെടി വെച്ച്, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഇതല്ലേ നോക്കിയണ്ട. അല്ലല്ല, അത് അങ്ങനത്തെ ഒരു ഫീലിംഗ് കണ്ട. ശരിക്കും ഇതാണ് പ്രകൃതി, ഒറിജിനൽ നാച്ചുറൽ ഇതെന്ന് പറഞ്ഞ ഇതാണ്. ഇത് 20 രൂപ. 20 രൂപ. എത്ര കെട്ടെടുത്താ കുറച്ച് വരും? അത്ര കളുകാണ കൂലി, ക്യാരറ്റിന്റെ വില കൂലിയില്ല, കളുകാണ കൂലി അത് വേണ്ട. നല്ല കെട്ടെടുക്കും. 2 3 4 ഒരെണ്ണം എടുത്തോ. അത് ചെറുതാ, അത് കൂട്ടിയാൽ കിട്ടുമോ? 5 ആ 100 രൂപ. ഓക്കെ, വള്ളിയിട്ട് കെട്ട്. പാഷൻ ഫ്രൂട്ട് എന്തല്ല? 100 രൂപ ഉള്ളൂ. അവിടെ പാഷൻ ഫ്രൂട്ട് ഇവിടെ 100 രൂപ, അവിടെ 150 രൂപ 150 രൂപ. മതി, എടുത്തു, മേടിച്ചു, ഇനി അത് മതി. തേനൊന്നും വേണ്ട, ഇത് മതി. ഓക്കെ, താങ്ക് യു. ഇതെവിടെ വെക്കാം? മുകളിൽ ഒടിയാണ്ട് ഒടിച്ചു വെക്കല്ല, ഒടിച്ചാൽ പിന്നെ അതിനൊരു ബർക്കത്തില്ല. അപ്പം നമ്മൾ പഴന്തോട്ടം വ്യൂ പോയിന്റ് വന്നേക്കാണ്. ഇവിടുന്ന് നേരെ പച്ചക്കറി തോട്ടത്തിലേക്ക്. അതാണ് ക്യാബേജ്. ക്യാബേജ് എന്തല്ല? ഒരെണ്ണോ? ഒരെണ്ണം 50 രൂപ. ശരി, ക്യാബേജ് ഉണ്ടാക്കുന്നുണ്ട. നമ്മളുള്ള ക്യാബേജൊക്കെ ഉണ്ടാവും, നമ്മളൊന്നും കഷ്ടപ്പെട്ടാൽ മതി. പിടിച്ചേറ്, കാല് മുട്ട്. പട്ടീൻ്റെ കേട്ടാ, പട്ടീന് ഒട്ടും സേഫ്റ്റി ഇല്ല. വഴി അങ്ങോട്ട് കയറണ്ടേക്കോനെ. മൂത്രപ്പിക്കൊണ്ടാണാ മുകളിലേക്ക് ഉണ്ടോ? ഒക്കെ പറിച്ചുണ്ടാക്കാനുള്ള ആൾക്കാർ അല്ലേ? ക്യാബേജ്.
എങ്ങനെ റേറ്റ് എങ്ങനെ കോഴ്സ് വെട്ടാനില്ല കേട്ടാ, തീർന്നു കേസ് വെട്ടാനില്ല? തീർന്നു. ഓ നോക്കിയിട്ടേ വെട്ടാൻ പറ്റും. വലിയ ചക്ക ഉണ്ട്, പക്ഷെ അതിനെ പിടിച്ച് നോക്കുമ്പോൾ കഴമ്പില്ല. അവിടെയൊക്കെ വലിയതുണ്ട്. അമ്മ ഇല്ലമ്മ, ஆகல இலை மாத்திரம் உள்ள பஸ் காணும்போ வெள்ளிதா 2 காவேஜ் தான் இருக்கு. இப்பதான் ஆளுங்க எல்லாம் வெட்டி எடுத்துட்டு മുകളിലുണ്ടോ അവിടെ? ഇവിടെ இல்ல மன இல்ல അവിടെ இல்ல. അവിടെ താള കാണും, താള പോകും. இல்ல பங்கு இல்ல. ഇല്ല ഇങ്ങല്ലമ്മ കീഴെ പറപ്പിച്ചു. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് പഴന്തോട്ടത്തുള്ള ക്യാബേജ് തോട്ടത്തിലേക്കാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം. ഭയങ്കര തിരക്കാണ് ഇവിടെ, വണ്ടികളൊക്കെ കാണാം, ഒരുപാട് തിരക്കാണ്. അപ്പോൾ പോയോ കിട്ടുമില്ലെന്ന്. ഓക്കെ, ദേ ഡ്രോൺ ഷോട്ട്, കാറ്റ് പിടിക്കുന്നുണ്ട്. ആനയോ എവിടെ? ആ S23 അൾട്ര ഉണ്ട്, സൂം ചെയ്ത് നോക്കാം. ഈ ഇതുണ്ടോ സൂം ചെയ്തു, ഇതോ ഇവിടെ കുറച്ചുകൂടെ മൊത്തമായിട്ട് പോയി കേട്ടോ. അവരിപ്പോ സൂം ചെയ്ത, അവര് അൾട്രാ ചെയ്ത. ആ കിട്ടി കിട്ടി, കണ്ടത് ഇത് ആനയാണോ പോണ? ആ കണ്ടാ പോകണ്ട, മൂവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വട്ടവടിയിൽ നിന്നിട്ട് ഒരു ആനേനെ സൂം ചെയ്തിട്ടാണ് കാണാൻ പറ്റി. ഇത്രയും ലോങ്ങിൽ നിന്നാണ് സൂം ചെയ്തത്. ഇപ്പം നമ്മൾ പോയത് അവിടെയാണ്, അവിടെ ക്യാബേജ് തീർന്നു. ആ ദൈവം, പഴന്തോട്ടത്തിൻ്റെ മുകളിലെ വ്യൂ. ആ കോടൊക്കെ ഉണ്ടോ? സെറ്റല്ലേ നോക്കി. പക്ഷെ താഴത്തേക്ക് ഇറങ്ങണല്ലേ, ഏറ്റവും താഴത്തേക്ക് ഇറങ്ങണം. നമ്മൾ അവിടെ നിന്നും പോയിട്ട് അവിടെ നിന്നും ഇറങ്ങിയില്ല, മുകളിൽ കൂടെയാണ് ഇത് പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ടവറൊക്കെ ഉണ്ടോ? മൊബൈൽ ടവർ. അറിയില്ല. ക്യാബേജ് തീർന്നു ഇവിടെ. നമുക്ക് ക്യാബേജ് കിട്ടിയില്ല. അപ്പോൾ ക്യാബേജ് കിട്ടുന്നൊരു സ്പോട്ട് നമ്മുടെ ചേട്ടൻ കൊടുന്ന് കാണിച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് വന്നേക്കാണ്. ഇവിടെ ആരും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. നമ്മൾ വന്നിട്ടുള്ളൂ, കയറി വെക്കാം. മുമ്പ് നല്ല തോട്ടം ആ വഴിയല്ലേ. ഇത് ബീൻസ് അല്ലേ? ഇത് പട്ടാണി, പട്ടാണി. ക്യാരറ്റ്. ഓ ക്യാബേജ്. അത്യാവശ്യം ഉണ്ട് കേട്ടോ സാധനം. മൂത്ത് നോക്കി നല്ല രണ്ടര മട്ടിക്ക്. എന്താ വില? ആ എത്ര വേണം? 3 എടുത്തോ. 3 5 എടുത്തോ. ഇത് ഇലയിലല്ല, കഴമ്പുണ്ടാവില്ലേ അകത്ത്? അതൊക്കെ ആയിട്ടുള്ളതല്ലേ? അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂലേ? ആ ഉള്ളതിൽ വലുതെടുത്തോ. ആ ആ അത് വിളഞ്ഞിട്ടില്ല, അതാണ്ട്. ഓ 2 കിലോക്ക് മേലെ കാണും. ഓക്കെ, ഇവിടെ കൊണ്ടുവെക്കാം. അഞ്ചെണ്ണം എടുത്തോ.
ഇത് 1 2 4 ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ തോട്ടം. ഓ കൊള്ളാം. ക്യാരറ്റൊന്നും ആയിട്ടില്ല അല്ലേ? ആനേ വരും. ആ ഇത് ക്യാരറ്റ് ആയി വന്നിട്ടുണ്ടല്ലോ ഈ കാണുന്നത് അല്ലേ? 1 മാസം കൊണ്ട് കഴിയണം. ആ കറിക്കുന്ന അടുത്തുണ്ട്. ഒന്ന് വണ്ടിയിലേക്കൊന്ന്. അത് ആലോചിച്ചില്ല എന്ന് പറയുള്ളൂ. இல்ல போயிட்டு திருப்பி மாடிச்சதானே நமக்கு நீங்க சொன்னீங்கன்னா போதுமில்ல. இங்க நமக்கு கார்டு எதுக்கு கொடுக்கலாம்ல, அது நம்ம கொடுத்ததில்ல. ஆகணுமில்ல, அவருக்கு சும்மா கொடுத்து காரியம் இல்லை. பொருள் ஆகணுமில்ல, 4 மாதத்துக்கு 4 மாதம் ஆகணுமா இல்லையா? பொருள் ஆகணுமில்ல. എത്രയായി? அப்போ 100 ரூபா. ஒரு 2 கூட பெரிய போட்டேன். ஓகே, ரொம்ப தேங்க்ஸ். ஓகே, താങ്ക് യു. ബാക്ക് എടുത്തേട്ടാ.